ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ തായ്ലാന്റിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെയാണ് ഈ ഡിവാരി ഹോട്ടലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. സമയം ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7 മണി മുതൽ 9 മണി വരെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം. ഈ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇനി നേരിട്ട് നമ്മൾ ബസ്സിൽ കയറണം. ഇന്ന് നമ്മൾ പോണത് പട്ടായയിലും അതുപോലെ തന്നെ കോറൽ ഐലൻഡും കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മളെ പാർക്കിംഗ് ഏരിയയിലുള്ള ബസ്സുകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഈ നോക്കുന്നത് നമ്മളെ ബസ്സുകളൊക്കെ പോയോന്നാണ്. കാരണം നമ്മളെ ഗൈഡ് ഓൾറെഡി നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണെന്ന്. അത് ആരാണോ ആദ്യം കഴിച്ചിട്ട് ബസ്സിൽ എത്തുന്നത് അവരെയും കൊണ്ട് ബസ് ഇവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും. അങ്ങനെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചൈനീസ് മുതൽ നമ്മളെ ഫുഡും ബാക്കി എല്ലാ സംഭവങ്ങളും കിട്ടും. പക്ഷെ അതിന്റെ ഒന്നും ടേസ്റ്റ് നമ്മൾ കഴിക്കുന്ന സാധാരണ ഫുഡിന്റെ പോലെ ഒന്നും ആവില്ല. അതുകൊണ്ട് തന്നെ കഴിക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന്റെ പ്ലേറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. സംഭവം 5 സ്റ്റാർ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളെ പുട്ടും കടലയും അതുപോലെ തന്നെ ദോശയും ചമ്മന്തിയൊക്കെ തന്നെ പറ്റുള്ളൂ. ഫുഡൊക്കെ അങ്ങനെ കഴിച്ചിട്ട് ഇനിയിപ്പോ നമ്മൾ നേരെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഏകദേശം കുറച്ചധികം ബസ്സുകളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. കൂടെയുള്ളവരെ കാത്തു നിൽക്കണം എന്നുള്ള ഒരു നിർബന്ധം ഇല്ല കേട്ടോ. കാരണം ആർക്കാണോ ബസ് കിട്ടുന്നത് അതിൽ കയറി പോവാം. എന്തായാലും നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവരിനും കൂടി കാണാം. അങ്ങനെ ഇതാ കിട്ടിയ ബസ്സിൽ ചാടി കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവരിനും കൂടി കൂടെ കൂട്ടാലോ. ഇനി കയറി കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡ് നമുക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും തരും. ഒന്നാമത്തെ കാര്യം നമ്മളെ സ്ഥലവും അല്ല നമ്മുടെ ഭാഷയല്ല. പിന്നെ മുൻപൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെ നമ്മളിതാ പട്ടായയിൽ എത്തിയിട്ടുണ്ട്. കൊറോണയ്ക്ക് മുമ്പാണ് നമ്മൾ ആദ്യമായിട്ട് തായ്ലാന്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏതൊരു ബീച്ചിലും പോകുമ്പോൾ ഉണ്ടാവുന്ന പോലെ തന്നെ ഇവിടുത്തെ തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഒക്കെ വിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭാഷ അറിയണമെന്നൊന്നുമില്ല. കാരണം അവരവരുടെ എമൗണ്ട് വെച്ചിട്ട് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യും. അതിന്റെ കൂടെ നമുക്ക് പറ്റുന്ന ഭാഷയിൽ നമ്മളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംഭവം കയ്യിലാക്കണം. ഇത് അങ്ങനെ ഏട്ടനും മാമിയും കൂടിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ട് കേട്ടാ. ഞാനും മാമിയും വരുമ്പോഴേ തൊപ്പിയൊക്കെ കയ്യിൽ കരുതിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഏട്ടനാണ് ഇല്ലാത്തത്. അതുകൊണ്ട് ആളിത് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാണ്. പട്ടായ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴേ ആദ്യം വരുന്നത് ഈ ഒരു ഇമേജ് ആവട്ടത്. പിന്നീട് പട്ടായ എന്ന് എഴുതിയിട്ടുള്ള ആ സംഭവമൊക്കെ വെച്ചിട്ടുള്ളത്. ഭാഷ ഏതായാലും നമുക്കൊരു വിഷയമില്ല. മലയാളി പുളിയാടാന്ന് പറയില്ലേ, അതാ സംഭവം. തൊപ്പി കയ്യിലാക്കിയിട്ടുണ്ട്. തൊപ്പി മാത്രമല്ല കൂടെ ഒരു കൂളിംഗ് ഗ്ലാസും. കാരണം റൂമിൽ നിന്നൊക്കെ എടുക്കാൻ ഇവിടുന്ന് നേരെ നമ്മൾ കോറൽ ഐലൻഡിലേക്കാണ് പോണത്. അതിന്റെ മുന്നേ എല്ലാ ബസ്സിൽ നിന്ന് വന്ന് എല്ലാവരെയും കൂടിയിട്ട് കൂട്ടി ഒന്നാക്കാണ്. മുൻപ് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഈ ബ്രിഡ്ജ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നേരിട്ട് നമ്മളെ ഇറങ്ങിയിട്ട് ബോട്ട് ഇവിടെ പകുതി വരെ വരുള്ളൂ. അവിടേക്ക് നമ്മളെ ഇറങ്ങിയിട്ട് അതിലേക്ക് കയറണമായിരുന്നു. പക്ഷെ ഇപ്പൊ ബ്രിഡ്ജൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ അതുവഴി പോയിട്ടാണ് നമ്മൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോണത്. ഈ സമയം ആയപ്പോഴേക്കും തന്നെ നല്ല വെയിലും അതുപോലെ തന്നെ നല്ല ശക്തിയിലുള്ള കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. ഇതുവഴിയാണ് നമ്മൾ പോയിട്ട് ഇനി ബോട്ടിലേക്ക് നേരിട്ട് പോണത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബീച്ച് ഏരിയയിൽ ഒരുവിധം എല്ലാ കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് ബോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 ആളോളമാണ് ഒരു ബോട്ടിൽ കയറുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറലും ഒരു ടാസ്ക് തന്നെയാണ്. എന്തായാലും താഴെ വീണ് കഴിഞ്ഞാലും പിടിക്കാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചാടുന്നത്. അപ്പൊ അതാ നമ്മൾ ഇനി കോറൽ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽ കയറി യാത്ര തുടങ്ങിയപ്പോഴാണ് പിറകിലെ കാഴ്ചകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാനുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടുത്തെ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്റ്റേഷനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. മുൻപ് നമ്മൾ തായ്ലാന്റിൽ വന്ന സമയത്തും ഇതുവരെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കോറൽ ഐലൻഡിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം സുനാമിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ അന്ന് കരയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പാരാഗ്ലൈഡിംഗ്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സോ അല്ലെങ്കിൽ കാരണം വെള്ളത്തിലാണല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചില ഫുഡ് ഐറ്റംസും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് നേരം കൊണ്ട് നമ്മളെ ഗൈഡുകൾ നമ്മൾ നന്നായിട്ട് ക്യാൻവാസ് ചെയ്യും. അതിൽ ഒന്നാമത്തെ കാര്യം ഈ പാരാഗ്ലൈഡിംഗ് ആണ്. അതുപോലെ തന്നെ സ്ക്യൂബ ഡൈവിങ്ങും. ഇവിടുന്നാണ് നമ്മൾ അതിനുള്ള എല്ലാ ടിക്കറ്റുകളും എടുക്കുക. അപ്പൊ കുറച്ചു നേരം കണ്ടിരുന്നപ്പോ തന്നെ ഏട്ടൻ ഇത് ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. ആമിക്ക് പിന്നെ വേണ്ടാന്ന് ആദ്യമേ പറഞ്ഞു. കാരണം അവൾക്ക് പേടിയായിരുന്നു. എനിക്ക് പേടിയുണ്ട്. കൂടാതെ വെള്ളത്തിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ എന്റെ പരിപാടി അതോടുകൂടി കഴിയും. അങ്ങനെ കുറച്ചു നേരത്തെ ആലോചനകൾക്ക് ഒടുവിൽ ഇതാ ഏട്ടൻ റെഡി ആയിട്ടുണ്ട്. കാര്യം ഉയരത്തിങ്ങനെ പോണത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് എനിക്കത് കാണുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവരും ചെയ്യണതല്ലേ, എന്താ പിന്നെ പോയിട്ട് വരട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ച്. പിന്നെ എന്തായാലും ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ, അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്നതാണ് ഏട്ടൻ പറയുന്നത്. ഇത് ഏട്ടന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണെന്ന്. ഇവിടുത്തെ ചെറിയ കുട്ടികളടക്കം ഇതിന് പോകുന്നുണ്ട് കേട്ടോ. ഈ ചെറിയ കുട്ടികളുടെ കൂടെ പക്ഷെ ഒരാൾ അസിസ്റ്റന്റ് ആയിട്ടും കൂടി ഉണ്ടാവും. അതിന്റെ തൊട്ട് മുകളിൽ അവർ കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ കണ്ടല്ലോ, ഇത്രയും ആൾക്കാർ നമ്മളെ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഇതൊക്കെ സെറ്റാക്കി തരാൻ നമ്മളെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ അതാ ഏട്ടൻ കയറാൻ പോവാണ്. ശരിക്കും ഇതിനെ പാരാഗ്ലൈഡിംഗ് എന്ന് പറയുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന ഈ പാരാഗ്ലൈഡിങ്ങിന്റെ ഈ അംബ്രല്ലയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിന്റെ കയറിന്റെ ഒരറ്റം നമ്മൾ ഈ ബോട്ടിലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ബോട്ട് പോണതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ മുകളിലുള്ള ആള് പൊങ്ങി കണ്ടു കഴിഞ്ഞപ്പോ ഇത് പാരാസൈലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയായാലും നമ്മളാളിതാ പറക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോ ഈ നിൽക്കുന്ന സ്റ്റേഷന് കുറച്ച് ദൂരത്തില് വട്ടത്തിൽ നന്നായിട്ട് കറങ്ങിയിട്ടാണ് കേട്ടോ ഇനി ഇവിടെ തിരിച്ചു വരിക. അപ്പോഴേക്കും നല്ലോണം മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതാ കണ്ടില്ലേ, അതിന്റെ ഒരു അറ്റം ബോട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ബോട്ട് പോണതിന്റെ ഒപ്പത്തിൽ നല്ല ഉയരത്തിൽ പോകുന്നുണ്ട്. ഞാനും മാമി ശ്വാസം പിടിച്ചിട്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എണ്ണം മുകളിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആളിനെ ശരിക്കും തിരിച്ചറിയാനേ പറ്റണില്ല. ഞങ്ങൾ രണ്ടുപേരും മുകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഏട്ടൻ പക്ഷെ അത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം
കാരണം അത്രയും ഉയരത്തില് ബാക്കിയുള്ള താഴെ എല്ലാ കാഴ്ചകളും ഒറ്റയടിക്ക് കാണാനും പറ്റി. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി. എല്ലാരും പോണ്ടല്ലോ എന്താ ഞാനും പോയി ഒരു കൈ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും പോണ്ട. കാരണം ഹൈറ്റ് പേടിയുള്ളവർക്ക് പറ്റിയ ഒരു പണിയേ അല്ലത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും കാശും കൊടുത്ത് മുകളിൽ പോയിട്ട് താഴത്തേക്ക് നോക്കാൻ പേടിയായിട്ട് പിന്നെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും ഏട്ടൻ വിചാരിച്ച കാര്യം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സേഫ് ആയിട്ട് താഴത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോ നമുക്കും ഒരു സന്തോഷം, സമാധാനം. ഇനി ഇവിടെ നമുക്ക് വേറെ ഒരു ആക്ടിവിറ്റീസും ഇല്ല കേട്ടോ. നമ്മൾ ഇനി നേരിട്ട് കോറൽ ഐലൻഡിലേക്കാണ് പോണത്. അവിടെയാണ് നമുക്ക് സ്കൂബ ഡൈവിങ്ങും അതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ബാക്കിയുള്ളത്. സമയം കൊണ്ട് തന്നെ ഒരുപാട് ബോട്ടുകൾ വരികയും അതിലൊക്കെ ഒരുപാട് പേര് പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം. അതിന്റെ ഇടയിൽ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ കുറച്ച് കടകളൊക്കെ ഉണ്ടെന്ന്. അവിടെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വട്ടം കറങ്ങി. ഇനിയിപ്പോ ബോട്ട് വന്ന് ഇനി നേരിട്ടിട്ട് കോറൽ ഐലൻഡിലേക്ക് പോവാണ്. അവിടെ എത്തുന്നതിന്റെ തൊട്ട് മുന്നേ ആയിരുന്നു കേട്ടോ നമ്മളെ സ്കൂബ ഡൈവിങ്ങിന്റെ പോയിന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ കുറച്ച് പേര് നമ്മളെ ബോട്ടിൽ ടിക്കറ്റ് എടുത്തവരുണ്ടായിരുന്നു. ആ കുറച്ച് പേര് മാത്രം അവിടെ ഇറങ്ങിപ്പോയി. നമ്മൾ ഇനി നേരിട്ടിട്ട് പോവാണ്. ഇനി ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.